ഏകദേശം ഒരു 130-140 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയൊരു പാട്ട് എങ്ങനെ 2026 ഇത്രത്തോളം വൈറലായി? ഇതൊരു ഹിന്ദു ഭക്തിഗാനമാണെന്നാണ് പലരും വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊരു ക്രിസ്തീയ ഭക്തിഗാനമാണ്. അതിലൊരു കർണാട്ടിക് ടച്ചുണ്ട്, ഒരു സ്റ്റൈലുണ്ട്. അതിൻ്റെയൊക്കെ റീസൺ അതിൻ്റെ ലിറിസിസ്റ്റാണ്, അതിൻ്റെ കമ്പോസറാണ് വിദ്വാൻ കുട്ടിയാച്ചൻ, ആസ് നോൺ ആസ് യസ്തസ് ജോസഫ്, ആസ് നോൺ ആസ് റാം അയ്യർ. നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവ് കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ട്. ഈ പരദേവനഹോ എന്ന ഈ ഗാനം സൃഷ്ടിച്ച യസ്തസ് ജോസഫ് ജനിക്കുന്നത് പാലക്കാട് 1835 മീനാക്ഷി അമ്മാൾക്കും വെങ്കടേശ്വര അയ്യർക്കുമാണ്. ഒരു തമിഴ് ബ്രാഹ്മൺ ഫാമിലിയിലേക്കാണ് റാം അയ്യറായിട്ട് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ വെങ്കടേശ്വര അയ്യർ ഒരു ഭാഗവതരായിരുന്നു. അദ്ദേഹം അമ്പലങ്ങളിൽ പാട്ടുകൾ പാടുന്ന ഒരാളായിരുന്നു. സ്വാഭാവികമായും അച്ഛൻ ഒരു ഭാഗവതരായതുകൊണ്ട് ഇദ്ദേഹവും വളരെ ചെറുപ്പത്തിൽ തന്നെ പാട്ട് പഠിച്ചു, സംസ്കൃതം പഠിച്ചു, തമിഴും മലയാളം ഒക്കെ പഠിച്ചു.